2 പെൺകുട്ടികളുണ്ട്, ഭർത്താവില്ല, ഇതായിരിക്കണം, വിധവയാണ്, ഞാൻ വാടകയ്ക്ക് താമസിക്കണത്. അങ്ങനെയാണ് ഞങ്ങൾ ഇത്രയും എണ്ണം ഓരോന്നും ഓരോ അവസ്ഥ. ഇതായിരിക്കണം വിധവ. അറിയാമോ, ഞങ്ങൾ എല്ലാം തികഞ്ഞവരാണെങ്കിൽ ഈ നച്ചപ്പിച്ച പൈസക്ക് 232 രൂപയ്ക്ക് ഏരിയയിൽ ഇറങ്ങേണ്ട കാര്യമില്ല. ഗവൺമെന്റ് പറഞ്ഞ 700 വെച്ച് ഞങ്ങൾക്ക് തരാത്തത്. 38ാമത്തെ ദിവസം മാഷന്മാരെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. പക്ഷേ ചർച്ചയ്ക്ക് വിളിച്ച് കളിയാക്കുന്ന രീതിയിലായിരുന്നു ഇന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പ്രതികരണം. അവരാവശ്യപ്പെട്ട ഒരു കാര്യങ്ങളും അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറണം, നിങ്ങളെ ജോലിക്ക് ആവശ്യമുണ്ട് എന്നുള്ള തരത്തിലായിരുന്നു കാര്യങ്ങളെന്നൊക്കെയാണ് ഇവിടെ മാഷന്മാർ പ്രതികരിക്കുന്നത്. കൂടുതൽ വിശദീകരണം അവർ തന്നെ നമ്മളോട് പ്രതികരിക്കുകയാണ്. ചർച്ചയിൽ ഞങ്ങളെ വെറുതെ കളിയാക്കാൻ വേണ്ടി വിളിച്ചതാണെന്ന് മനസ്സിലായി. കാരണം അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾക്ക് കൂട്ടിത്തരാൻ ഞങ്ങളുടെ ഓണറെ കൂട്ടാൻ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കളിപ്പിച്ച് വിളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇപ്പൊ നിയമസഭയിൽ വിളിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു വിശ്വാസവും ഇല്ല. ഞങ്ങൾ നല്ല പ്രതീക്ഷയോടെയാണ് രാവിലെ ഇരുന്നത്. ചർച്ചയിൽ വിളിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ച് നാളത്തെ നിരാഹാരം മാറ്റിവെച്ച് ഞങ്ങളെ ഇന്നത്തോടെ പറഞ്ഞു വിടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. അപ്പൊ ഇനി അതിൽ ഈ നിയമസഭയിലെ ഇത് ഞങ്ങളെ കളിപ്പിക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. ഞങ്ങൾക്കറിയാം, ഒരു കളിയാക്കൽ പോലെ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ, ഞങ്ങള് ഇപ്പൊ തന്നെ ഫെബ്രുവരിയിലെ ഓണറേറിയം വന്നായിരുന്നു. ഞങ്ങളുടെ വട്ടിയൂർക്കാവ് FHSലെ 25 പേർക്കും അതില്ല. ഞാൻ കോർഡിനേറ്ററെ വിളിച്ച് ചോദിച്ചപ്പം പറഞ്ഞു ഞങ്ങളെ PDF ഞങ്ങളുടെ റിപ്പോർട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അത് LCDC സർവേ എന്തോ ചെയ്തെന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് പൈസ വരുവുള്ളൂ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ PHSയിലുള്ളത് മാത്രം എന്തിനാ അങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നത്? ഞങ്ങൾ 25 പേര് ഇവിടെ സമരത്തിലാണ്. ഞങ്ങളുടെ മെഡിക്കൽ ഓഫീസറിന് ഞങ്ങൾ അത് ലീവ് എഴുതി കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയോട് കൂടിയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഞങ്ങളുടെ ഇതിൽ PHSയിലുള്ള ആശന്മാരിൽ പലവരും വിധവകളുണ്ട്, ഭർത്താവ് ഉപേക്ഷിച്ചവരുണ്ട്, അങ്ങനെ എല്ലാ ബുദ്ധിമുട്ടിലും കഴിയുന്ന ആൾക്കാരാണ്. വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്, രോഗികൾ. ഒരു വീട്ടിൽ തന്നെ ഒരു ആശയുടെ വീട്ടിൽ 3 പേരും സുഖമില്ലാത്തവരാണ്. ആ ബുദ്ധിമുട്ട് പോലും മാറ്റിവെച്ചാണ് ഇവിടെ രാപ്പകലാണ് ആ കുട്ടി ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ ഒരുപാട് ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് ഞങ്ങളെ മാത്രം ഞങ്ങളുടെ ഒരു തീരുമാനത്തിന് എന്താ അവരെടുക്കാത്ത? ഉള്ളവർക്ക് തന്നെ വീണ്ടും വീണ്ടും കൂട്ടി കൊടുക്കണം. പാവപ്പെട്ട ആശമാർക്ക് 1 രൂപയും തരൂല. ഞാനെന്ന് പറയുന്നത് എനിക്കിതാ മാർച്ച് 31-ാം തീയതി എന്റെ വീട് റിക്കവറി ചെയ്യും. ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എനിക്ക് 2 പെൺകുട്ടികളാണ്. എന്നെ ഭർത്താവ് ഉപേക്ഷിച്ച ഒരു സ്ത്രീയാണ് ഞാൻ. ഈ വരുമാനത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. എന്റെ കുട്ടികളെ പഠിപ്പിക്കണം, എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയില്ല. എന്തായിരുന്നാലും മരണം വരെ സമരം തന്നെ. ഇപ്പൊ പോകുന്ന നിയമസഭയിൽ ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയും ഇല്ല. അതുകൊണ്ട് മരിക്കുന്നെങ്കിൽ ഞങ്ങൾ 25 ആശമാർ ഇവിടെ തന്നെ കിടന്ന് മരിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ തീരുമാനം. ദൃഢനിശ്ചയത്തോടു കൂടി ഞങ്ങൾ പറയുന്ന ആവശ്യങ്ങളിൽ നിന്നും അണുകിട ഞങ്ങൾ മാറുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് 38 ദിവസം സമരം ചെയ്യുന്ന സഹോദരിമാര് അവരെ വിളിച്ചു ചേർക്കുമ്പോൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നത് ഞങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ഫീൽഡിലൊന്നും ഞങ്ങൾക്ക് ഓരോതില്ല. ഞങ്ങൾ നേതാക്കന്മാരല്ല അതിന് മറുപടി പറയേണ്ടത്. അവരൊന്നും അത് തീരുമാനിക്കില്ല. ആശമാരെ വേണം, പക്ഷെ ആശമാരുടെ ശമ്പളം കൂട്ടും. 232 ആർക്കും ജീവിക്കാൻ പറ്റും? ഇന്നത്തെ കാലത്ത് ആർക്കും ജീവിക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾക്ക് ആശമാർക്ക് മാത്രം എന്താണ് ഇത്ര ഇത്? കഴിഞ്ഞ 38 ദിവസമായി ആശാപ്രവർത്തകരെ വെറുതെ ഞങ്ങൾ ആശമാരെ കളിയാക്കും. ഞങ്ങൾ വിട്ടികളാണ്. ആശ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങളെ വിളിച്ചത് ഞങ്ങളെ വിട്ടികളാക്കുക എന്നതാണ്. ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്. പുതിയൊരു സർക്കുലർ ഇറക്കി വെച്ചിരിക്കുന്നു. ആ സർക്കുലറിൽ എന്താണ്? ഓണറേറിയത്തിന്റെ മാനദണ്ഡം മാറ്റി. പക്ഷെ ആ മാനദണ്ഡം മാറ്റിയെങ്കിൽ അത് ഫിക്സഡ് ഇൻസെന്റീവിൽ അതിനെ പിടിച്ചിട്ടിരിക്കുന്നത്. അതെന്തിനാണ്? അതിന് ഞങ്ങളെ ഞങ്ങൾ പൊട്ടരൊന്നുമല്ല. എല്ലാരും 8ാം ക്ലാസ് ആണ് അവര് പറയണെങ്കിലും ഇതിലെല്ലാം വിദ്യാഭ്യാസമുള്ള ആശമാരാണ് ഇതിലുള്ളത്, അല്ലാതെ ബന്ധബുദ്ധികളല്ല. ഡിഗ്രി ഒക്കെ പഠിച്ച കുട്ടികളാണ് ഞങ്ങളുടെ ഗതികേടുകൊണ്ട് ആശ എന്ന ഒരു ഞങ്ങൾക്ക് സേവനം ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് എന്ന് സേവനം കൊണ്ട് കലത്തിലിട്ട ചോറാവോ? ഒരിക്കലാവില്ലല്ലോ. എന്റെ കൂടെയുള്ള ഭർത്താവിന്റെ ആഴ്ചയിൽ 2 ഡയാലിസ്, ചേച്ചി വിധവ, അതിന്റെ അപ്പുറത്തിരിക്കുന്ന ആള് വിധവ. ഇതെല്ലാം വാടക കിടക്കുന്നത്. എവിടെ വീട് ചെത്തി എനിക്ക് വേണ്ടി മാത്രമല്ല കരഞ്ഞത്. ഞാൻ ഇവരുടെ അവസ്ഥ ഞങ്ങളുടെ എല്ലാ ഞങ്ങൾ ഇങ്ങനെ ഒത്തു നിൽക്കുന്നത്. 25 പേരും ഞങ്ങൾ ഒരാള് പോലും ഒരാളുടെ കയറിയിട്ടില്ല മാർക്കറ്റ്. ഞങ്ങൾ അത്രമാത്രം ചെയ്യുന്നുണ്ട്. കേരളത്തിന് വേണ്ടിയിട്ട് അത്രമാത്രം ആരോഗ്യത്തിന് വേണ്ടി അത്രമാത്രം ജോലി ചെയ്യുന്നുണ്ട്. 38 ദിവസമായി ഞങ്ങൾ നല്ല പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഞങ്ങളിൽ എല്ലാവർക്കും ലോണുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. ഞങ്ങൾക്ക് അത്ര നിവർത്തിയേടുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് വരെ നമ്മൾ ഈ 232 രൂപയ്ക്ക് ജോലി ചെയ്യണമെങ്കിൽ അത്രമാത്രം ഇത്രയെങ്കിലും നിവർത്തിയുള്ളവർ ചെയ്യൂല. അത്ര കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ചെയ്യണത്. എന്നാൽ ഞങ്ങൾക്ക് ലോൺ അടയ്ക്കണം, അങ്ങനെയുള്ള അതും 3 മാസം കുടിശ്ശികയായപ്പോഴാണ് നമ്മൾ ഇതിന് ഇറങ്ങിയത് തന്നെ. അപ്പൊ ഇത്രയും ദിവസം ഈ മാസം ഫെബ്രുവരിയിൽ എല്ലാവർക്കും പൈസ അടച്ചു. നമ്മളെ PHC മാത്രം പൈസ ഇല്ല. നമ്മൾ LCDC സർവേ എന്ന് പറഞ്ഞവരുണ്ടാവും.
അത് നമ്മൾ ചെയ്ത് കുറെ മാത്രം ചെയ്തു കൊടുത്ത് ഇത് വരുന്നത് വരെ. അപ്പൊ ഇതെല്ലാം ഞങ്ങൾ ചെയ്ത്, ഞങ്ങൾ ഡ്യൂട്ടി ചെയ്ത്, ആശുപത്രി ഡ്യൂട്ടി ചെയ്ത്, എല്ലാം ചെയ്തു. അപ്പൊ നമ്മൾ പറയുമ്പോ അല്ലെങ്കിൽ നമുക്ക് ദിവസം 2 പനി വീതമെങ്കിലും ദിവസം കൊടുത്തിരിക്കണം, നിർബന്ധമാണ്. പക്ഷെ ഇപ്പൊ അവർക്ക് പനിയും വേണ്ട, ഒന്നും വേണ്ട. ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാര് എല്ലാവരും പറയണം, അവര് പറയാം വേറെ ആൾക്കാരെ എടുക്കും എന്നൊക്കെ. അപ്പൊ അവരെല്ലാരും പറയും, നാട്ടുകാരെല്ലാരും ഞങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ട്, നാട്ടുകാരെല്ലാരും പറയണേ എടുത്തിട്ട് പുതിയ ആൾക്കാർ അങ്ങോട്ട് വരട്ടെ, ഞങ്ങൾ ശരിയാക്കി കൊടുക്കാം എന്നാണ് അവര് പറയുന്നത്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഇത്രയും ക്രൂരത കാണിക്കുന്ന ഒരു ഇതല്ല, സർക്കാരിന്റെ നല്ല പ്രവർത്തിക്കല്ല ഇത് കാണിക്കുന്നത്. ഞങ്ങളുടെ വോട്ട് വാങ്ങിച്ച് ജയിച്ചു പോയവരാണ് ഇവര്. അപ്പൊ ഇത്രയും ദിവസം ഒരു സ്ത്രീ, എന്തിനാ അവർ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത്? എന്തിനാണ് ഇവർ സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കുന്നതെന്ന് പറയുന്നത്? വനിതാ ആരോഗ്യമന്ത്രി ഒരു വനിതയല്ലേ? അവരാണോ ഈ ഇത്രയും ക്രൂരത നമ്മളോട് കാണിക്കുന്നത്, ഈ പാവപ്പെട്ട ഞങ്ങളോട് കാണിക്കുന്നത്? ഞങ്ങള് വിധവകളായിട്ടുള്ള എത്ര പേരുണ്ട് ഇതില്? അതേപോലെ വീടില്ലാത്തവരുണ്ട്, ജപ്തി നോട്ടീസ് വന്ന് കിടക്കുന്നവരുണ്ട്. ഞാനൊക്കെ ലോൺ അടയ്ക്കുകയാണ്. 8,000-8,500 രൂപ മാസം ലോണ്, ഒരു ലോൺ മാത്രം വേണം. അത്രമാത്രം കഷ്ടത അനുഭവിക്കുന്നവരാണ് ഞങ്ങൾ. എന്നിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവർക്കൊക്കെ കണ്ണ് ഇല്ലേ? മനസാക്ഷിയുള്ള ഈ സമൂഹം മൊത്തം ഞങ്ങളെ കൂടെ നിൽക്കുന്നു. അപ്പൊ എന്തോന്ന് വേണ്ട ഈ മന്ത്രിക്ക്? ഈ ഇവിടെ ഞങ്ങളുടെ വോട്ട് വാങ്ങിച്ച് ജയിച്ചു പോയ ഞങ്ങളുടെ മന്ത്രിക്ക് എന്തോന്ന് കാണാത്തത്? ആരോഗ്യമന്ത്രി പറയുന്ന കാര്യങ്ങളൊക്കെ ഇല്ല, ഒരിക്കലും ചെയ്യാൻ പറ്റും. ഞങ്ങൾ ഇവിടെ വന്ന് ഇരുന്നതിന് ശേഷമാണ് അവർ PSC-കാർക്ക് പൈസ കൂട്ടി കൊടുത്തത്. അപ്പൊ ഇവര് സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് പറയുന്നത് എന്തോന്ന് കള്ളത്തരമല്ലേ പറയുന്നത്? അപ്പൊ അവര് നമ്മളെ ഒരുമാതിരി പരിഹസിക്കും പോലെയല്ലേ അവര് ചർച്ചയ്ക്കൊന്നും പറഞ്ഞുകൊണ്ട് വിളിച്ച് അവരിങ്ങനെ വെറുതെ വിടുന്നത് ഞങ്ങൾ നേതാക്കളെ. എന്നിട്ട് 10 നിബന്ധനകൾ എടുത്തു മാറ്റിയെന്ന് പറഞ്ഞു, ഓണറേറിയത്തിനുള്ള 10 മാനദണ്ഡങ്ങൾ എടുത്തു മാറ്റിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി അതിനെ എടുത്തിട്ട് ഇപ്പുറത്തെ ഇൻസെന്റീവിലോട്ടിട്ട്. അപ്പൊ അവര് നമ്മളെ പറ്റിക്കല്ലേ ചെയ്യണത്? 2 പെൺകുട്ടികളുണ്ട്, ഭർത്താവില്ല, ഇതായിരിക്കണം, വിധവയാണ്, ഞാൻ വാടകയ്ക്ക് താമസിക്കണത്. അങ്ങനെയാണ് ഞങ്ങൾ ഇത്രയും എണ്ണം ഓരോ അവസ്ഥ. ഇതായിരിക്കണം വിധവ, അറിയാമോ? ഞങ്ങൾ എല്ലാം തികഞ്ഞവരാണെങ്കിൽ ഈ നച്ചപ്പിച്ച പൈസക്ക് 232 രൂപയ്ക്ക് ഏരിയയിൽ ഇറങ്ങേണ്ട കാര്യമില്ല. ഗവൺമെന്റ് പറഞ്ഞ 700 വെച്ച് ഞങ്ങൾക്ക് തരാത്തത് ഇവരെന്തുകൊണ്ട് ഞങ്ങൾക്ക് അത് തരുന്നില്ല? ഞങ്ങള് സമാധാനപരമായിട്ടാണ് ഇതുവരെയുള്ള ഇത് ചെയ്തിട്ടുള്ളത്. ഈ 38 ദിവസം കൊണ്ട് ഇവര് പറഞ്ഞ രീതിക്കുള്ള ഞങ്ങള് സ്ത്രീകളാണ്, ഒരു പരിധി വരെ നമുക്ക് ശ്രമിക്കാൻ പറ്റുള്ളൂ. നമുക്ക് അവര് ദൂർത്തേടിയുടെ ഇതാണ് സാമ്പത്തിക പ്രതി, ഞങ്ങൾക്ക് തന്നെ തളർന്നു പോയതല്ല. ഞങ്ങൾക്ക് ഇവിടെ സമരം തുടങ്ങിയ ശേഷമാണ് കഴിഞ്ഞ ജനുവരി മാസത്തിലെ ഓണറേറിയൻസിന്റെ വക അതാത് സമയത്തിന് തന്നത്. അതൊരു കുടിശ്ശികയിട്ടാണ് തന്നത്. ഫെബ്രുവരികൾ ഞങ്ങൾക്ക് ഇല്ല. അങ്ങനെ ഒത്തിരി കഷ്ടപ്പാടും വ്യാപനത വിഷമവും ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിച്ചില്ലേ ഞങ്ങളിവിടെ പോവുള്ളൂ, ഞങ്ങൾ ജോലിക്കും കയറുള്ളൂ. ഇല്ലെങ്കിൽ ഞങ്ങൾ അവരെ മാറ്റിട്ടു എന്തോന്ന് വെച്ചാൽ ചെയ്തോട്ടു. അത്ര കാരണം 232 രൂപയ്ക്ക് ഇവരെ പോലുള്ളവർക്ക് ഒരു മുട്ടായി വാങ്ങിക്കാനുണ്ടാ? ഞാൻ ശ്വാസം മുട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ ബാഗിൽ എന്റെ മരുന്നാണ് കംപ്ലീറ്റ്. ഈ കുന്നം തേടി ഇറങ്ങണത് ഇന്നുവരെ ഉപയോഗിച്ചിട്ടാണ് കുന്നം തേടി ഇറങ്ങി റിപ്പോർട്ട് കൊടുക്കുന്നത്. എന്താണ് ഞങ്ങൾക്ക് മാസം 7,000 കിട്ടുമല്ലോന്നും, അത് ഈ മാസവും ഇല്ല. ഞങ്ങൾക്ക് 25 പേർക്കും ഇല്ല. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടില്ല ഞങ്ങൾക്ക്. അപ്പൊ ഇവരെന്തോന്നാണ് കാണിക്കുന്നത്? 25 പേർ ഈ LCDC വർക്കിന്റെ നോക്കിയിട്ട് ഞങ്ങൾക്ക് പൈസ അയക്കാന്ന്. ഈ കാരണം ഈ 26,000 സംതിങ് ആശമാർക്കും ഫെബ്രുവരിയിലെ ഓണറേറിയം വന്ന് വട്ടൂർക്കാലി FHSലെ 25 പേർക്ക് ഇല്ല. ഞങ്ങളെ അന്വേഷിച്ചപ്പം പറയണത് ഞങ്ങൾക്ക് LCDCയുടെ വർക്ക് ഇത്രയും പേർക്കും കൊടുത്തത് LCDCയുടെ വർക്ക് നോക്കിയിട്ടാണ് ഓണറേറിയം കൊടുത്തത്. അപ്പൊ അവരെന്തോന്നും ഞങ്ങളുടെ കാണിക്കണത്? അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തായാലും തീരുമാനം അറിഞ്ഞേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഞങ്ങൾ 25 ഇവിടെ കിടന്ന് ചാവും. ചർച്ച ചെയ്യാൻ വേണ്ടി വിളിച്ചു, പക്ഷെ അപ്പോഴും പറയുന്നത് സമരത്തിന് പിന്മാറുന്ന നിങ്ങൾ ആവശ്യം ഇതുവരെ പരിഗണിച്ചതായിട്ട് തോന്നില്ല. ഇല്ലില്ല, തോന്നിയില്ല. തോന്നിയെങ്കിൽ ഞങ്ങൾ എപ്പോഴും പിന്മാറിയെന്നെ. ഞങ്ങളുടെ ഡിമാൻഡുകൾ വെച്ച ഒരു ഡിമാൻഡും അവർ അംഗീകരിച്ചിട്ടില്ല. കൂടാതെ വട്ടൂർക്കാവ് FHS വന്ന് കിടക്കണ ഞങ്ങൾ രാവിലെ വന്ന് ഞങ്ങൾ കൂടുതൽ 2-3 കുട്ടികൾ ഇവിടെ രായും പകലും കിടക്കുന്നുണ്ട്. ബാക്കിയുള്ളൊരു വരും പോവും. ഞങ്ങൾ 25 പേർക്കും ഇപ്പോഴത്തെ ഓണറേറിയം ഒരു വർക്ക് ഒരു ഡ്യൂട്ടി ചെയ്ത ആളിന് പോലും ഞങ്ങൾക്ക് തന്നിട്ടില്ല. അത്ര വട്ടൂർക്കാവിനെ മാത്രം തിരിച്ചു മാറ്റി വെക്കണമെന്ന് NHM. ബാക്കി ഇവിടെ നിൽക്കുന്ന എല്ലാ ആശമാർക്കും ഒരു ഡ്യൂട്ടി ചെയ്തവർക്ക് വരെ 700 വന്നല്ല. ഞങ്ങൾ 25 പേരെന്തിനു? ഞങ്ങൾ 25 തരം തിരിച്ചു വെച്ചിരിക്കണം. ഞങ്ങളുടെ PR അറിയിച്ചു, ഞങ്ങളുടെ LHA അറിയിച്ചപ്പോ അവര് യഥാസമയം റിപ്പോർട്ട് അയച്ചിട്ടുണ്ട്. ഞങ്ങളുടെ PHS ഞങ്ങളുടെ 25 പേര് വർക്ക് ചെയ്ത റിപ്പോർട്ട് അയച്ചിട്ടുണ്ട്. ഈ ഫീൽഡ് ഞങ്ങൾക്ക് മാത്രം വരാത്ത കാരണം എന്തിനാണ്? അണ്ട് ഞങ്ങളുടെ ഡിമാൻഡ് അംഗീകരിക്കാതെ ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റ് പടി ഇവിടെ വിട്ട് പോകൂലേ തന്നെ. ഇനി എന്തുപോലെ വന്നാലും ഇവിടെ കിടന്ന് ചാവാനാണ് ഞങ്ങൾക്ക് 25 എണ്ണത്തിന് വിധിയെങ്കിൽ ഇവിടെ കിടന്ന് ചാവ തന്നെ ചെയ്യും.